എന്തൊക്കെ ഇന്ത്യ മൈലേജ് ആണ് 12.6. സ്വിഫ്റ്റിന്റെ വണ്ടി എടുത്തിട്ട് മൈലേജ് ചിന്തിക്കണമെന്ന് പറയുന്നതാണ് എനിക്ക് കളി കയറുന്നത്. എങ്ങനെ സഹിക്കുന്നു ഇവിടുത്തെ ആൾക്കാർ? എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെ എങ്ങനെ ഇത്ര പീസ്ഫുൾ എന്നും പറഞ്ഞ് പുഴുങ്ങി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. 60 രൂപയുടെ പെട്രോൾ 105 രൂപയ്ക്ക് തന്നിട്ട് 105 രൂപയ്ക്കകത്ത് വെള്ളം കലക്കി തന്നിട്ട് എങ്ങനെ സഹിക്കുന്നു? ദൈവമേ, എനിക്ക് പിന്നെയും പെട്രോൾ അടിക്കാൻ എങ്ങനെയെങ്കിലും ഞാൻ മാനേജ് ചെയ്ത് പൊക്കോളും എന്നും പറഞ്ഞ് സാധാരണ ആൾക്കാർ എങ്ങനെയിട്ട് പെട്രോൾ അടിക്കും? 3000-4000 രൂപയ്ക്ക് പിന്നെ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുക 3-4 ദിവസം കൂടുമ്പോൾ. എനിക്ക് കൊള്ളുന്നുണ്ട് തന്നെ ഞാൻ പറയുന്നത്. ഇത് കിണ്ടിയ പരിപാടിയാണ്. ഇന്തോനേഷ്യയിലൊക്കെ നോക്കണം. അവിടെ പാർലമെന്റിനകത്ത് അവരെന്തൊക്കെ അവരുടെ അലവൻസിന്റെ ഹൗസിംഗ് എന്തിനാ ബഡ്ജറ്റ് കൂട്ടിയതിന് അപ്പൊ പ്രൊട്ടസ്റ്റ് നടന്ന് അപ്പൊ ഇത് നടന്ന് അവർ പറഞ്ഞ് നടക്കില്ലെന്ന്. ഇവിടെ വെറുതെ എന്ത് നടന്നാലും 60 രൂപയുടെ സാധനം 105 വിറ്റാലും നമോ. അത് കഴിഞ്ഞിട്ട് വെള്ളം കലക്കിയാലും നമോ. എന്ത് സഹിക്കാൻ പറ്റത്തില്ല എനിക്ക്. ഞാൻ പറയാം, എനിക്ക് ഈ പൊട്ടന്മാർ സ്വന്തമായിട്ട് അവരെന്തുണ്ടാക്കുവാണ്? അവർക്ക് തോന്നുന്ന രീതി ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ സഹിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരൊന്നുമില്ല. പുല്ല് ഞാൻ പറഞ്ഞ ആരും സഹിക്കണ്ട. അങ്ങനെ നിങ്ങൾ പൈസ കൊടുക്കുന്നില്ല എല്ലാ കാര്യത്തിനും, പിന്നെ നിങ്ങൾ സഹിക്കണം. എങ്ങനെ സഹിക്കണം? കിണ്ടി സഹിക്കണം. പോയി പണി നോക്ക്. വേറെ പണിയില്ല. ഇത്ര പൈസ ടാക്സിനും മറ്റേനും മറിച്ചായിട്ട് ഇപ്പൊ ഒരു GST കുറച്ചിരിക്കുന്നത്. 18% GST ആണ് ഏറ്റവും വലിയ സ്ലാബ്. ഇവരൊന്നും പൈസ കുറയ്ക്കാൻ പോകുന്നില്ല. ഇവർ ബാക്കി സ്ഥലത്ത് കൂട്ടിയിട്ട് എവിടുന്നെങ്കിലും 5-4% കൂടുതൽ കിട്ടി കാണത്തുള്ളൂ. പൊട്ടന്മാരെ ഇട്ടിരിക്കുന്ന 2017 ഇവരെ ഇട്ടിട്ട് പിന്നെ ഇവരെ എടുത്ത് മാറ്റുവാണ് ഈ GST. എന്തിന് സഹിക്കുന്നു? എങ്ങനെ സഹിക്കാൻ പറ്റുന്നു? എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാ പറയുന്നത്. അങ്ങനെ ഉണ്ടാക്കി ഇൻകം ടാക്സ് കൊടുത്തിട്ട് എനിക്ക് ഈ പെട്രോളിൽ 60-70 രൂപക്കുള്ള കൊടുക്കാൻ താല്പര്യമില്ല.